ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ സെല്ലിങ് ചെയ്യുമ്പം പിന്നെ നമ്മൾ കുറേ പ്രൊഡക്റ്റ് ഇടും അല്ലേ. പ്രൊഡക്റ്റ് അപ്പം കുറേ പ്രൊഡക്റ്റ് നമ്മൾ ലിസ്റ്റിങ്ങിൽ ഇടുമ്പോൾ നമുക്ക് പിന്നെ കുറേ സെർച്ചസ് വരും, കുറേ ഓർഡേഴ്സ് വരും, പിന്നെ അതുപോലെ തന്നെ കുറേ ക്ലിക്സ് വരും, ഇംപ്രഷൻസ് വരും. അപ്പം നമ്മൾ ഏതിനാണ് കൂടുതൽ ഇംപ്രഷൻസ് വന്നിട്ടുള്ളത്, ഏതിനാണ് കൂടുതൽ ക്ലിക്സ് വന്നിട്ടുള്ള എന്ന് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതെങ്ങനെ ചെക്ക് ചെയ്യാം? അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ഇംപ്രഷനും ഉണ്ട്, കൂടുതൽ ക്ലിക്സും ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിനെ എടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഐറ്റം മാത്രം എടുത്തിട്ട്. ഓക്കെ, അപ്പം അതാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗ്രോത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് ഫ്ലിപ്കാർട്ട് നെക്സ്റ്റ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ട്രാഫിക് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഈ ട്രാഫിക് റിപ്പോർട്ടിൽ ഇപ്പോൾ നമ്മൾ 7 days ആണ് ഇത് ചെയ്തേക്കുന്നത്, ഓപ്റ്റ് ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഒരു കസ്റ്റം ഡേറ്റ് ആയിട്ട് നമുക്കൊരു ഓഗസ്റ്റ് തൊട്ടിട്ട് സെപ്റ്റംബർ വരെയുള്ള, ഇന്ന് 13 അപ്പോൾ 11 വരെയുള്ളതേ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇന്ന് 13. അപ്പോൾ 2 ദിവസത്തിന് മുന്നേ ഉള്ള ഡേറ്റ് വരെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, ഇംപ്രഷൻ 1 lakh ഉണ്ട്, ക്ലിക്സ് 889 ഉണ്ട്, പിന്നെ ആഡ് ടു കാർട്ട്, ബൈ നൗ, കൺവേർഷൻസ് എല്ലാം ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഗ്രാഫ് കാണാൻ പറ്റും, ആ ഒരു ഡേറ്റ് തൊട്ടിട്ട് ഓഗസ്റ്റ് തൊട്ടിട്ട് സെപ്റ്റംബർ വരെയുള്ള ഗ്രാഫ് കാണാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഈ ഗ്രാഫിൽ ഇവിടെ തൊട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഹൈ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അപ്പോൾ കാണാൻ വേണ്ടി പറ്റും, ഇംപ്രഷൻസ് കാണാൻ വേണ്ടി പറ്റും, ക്ലിക്സ് ത്രൂ റേറ്റ്, ആഡ് ടു കാർട്ട്. അപ്പം ക്ലിക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇംപ്രഷൻസ് നമുക്ക് ഏറ്റവും കൂടിയ ഐറ്റം ഏതാണെന്ന് നമുക്ക് നോക്കണം ഇംപ്രഷൻസിൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ വ്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ അതിനായിരിക്കും കൂടുതൽ ക്ലിക്കും കിട്ടിയിരിക്കുന്നത്, 226 ക്ലിക്ക് കിട്ടിയിട്ടുണ്ട് അതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇത് ഫിൽറ്ററിങ് ആണ് കേട്ടോ, ഇവിടെ ഒന്ന് ഫിൽറ്ററിങ് ആണ്. ഇപ്പം ഇപ്പോൾ കുറഞ്ഞതിൽ നിന്ന് കൂടുതലോട്ട് വന്നേക്കുന്ന ഒരു ഫിൽറ്ററിങ് ആയിട്ടേക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് ശതമാനം. ഓക്കെ, ഈ ക്ലിക്ക് ത്രൂ റേറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 25%. ഇപ്പം 4 പ്രൊഡക്റ്റ് കാണിച്ചു, 25% അത് ക്ലിക്കായി എന്നുള്ളതാണ്. അപ്പം ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഇംപ്രഷൻ കാണിച്ചുകൊണ്ട് കാര്യമില്ല, ഈ ക്ലിക്ക് വന്നതിലാണ് കാര്യം. നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്തു, അത് കസ്റ്റമറിൻ്റെ മുന്നിലോട്ടെത്തി. അപ്പോൾ കസ്റ്റമറിൻ്റെ മുന്നിലോട്ടെത്തിയപ്പം ഒരു 1000 കസ്റ്റമർ കണ്ടിട്ട് ഒരു ക്ലിക്ക് വന്നതും, അല്ലെങ്കിൽ 1000 കസ്റ്റമർ കണ്ടിട്ട് 10 ക്ലിക്ക് വന്നതും, ഇപ്പോൾ ഒരു 100 കസ്റ്റമർ കണ്ടിട്ട് പിന്നെ ഒരു 10 ക്ലിക്ക് അല്ലെങ്കിൽ 5 ക്ലിക്ക് വരുന്നത് തമ്മിൽ 100 കസ്റ്റമർ കണ്ടിട്ട് 5 ക്ലിക്ക് വന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന. അത് വിഷ്വലി നല്ലൊരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു പിന്നെ അതിൽ കൊടുത്തേക്കുന്ന ഇമേജസ് ആണെങ്കിലും അതിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലൊരു പിന്നെ വിഷ്വൽസ് ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് പേര് കണ്ടാലും അത് കൂടുതൽ ക്ലിക്കിലോട്ട് മാറുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഈ പേഴ്സൻറ്റേജ് വൈസാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 25%, 14.29%, 12.50% എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ വന്നിട്ടുള്ളത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റാണ് ഏറ്റവും പേഴ്സൻറ്റേജ് വൈസിൽ ഏറ്റവും കൂടുതൽ പിന്നെ ക്ലിക്ക് വന്നേക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും.
പെർസെൻറ്റേജ് വൈസിൽ ഏറ്റവും കൂടുതൽ ക്ലിക്ക് വന്നേക്കുന്നത് ഇതാണ്. 4 ഇംപ്രഷൻസേ വന്നിട്ടുള്ളൂ, പക്ഷേ അതിൽ ഒരു ക്ലിക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ഇതാണ്, നല്ലൊരു ഇതാണ്. ഫോട്ടോ ഒക്കെ ആണെങ്കിലും ഇമേജസൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെറും 4 ഇംപ്രഷൻസ് വന്നപ്പം ഒരു ക്ലിക്ക് വന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ടോപ്പ് പെർഫോമിങ്, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ്, അത് സെല്ലിങ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ഓപ്ഷൻസ് ഇപ്പോൾ ആദ്യം അപ്ഡേറ്റ് ആയി വരും. അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു പിന്നെ ഷീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും മുകളിൽ പോവുക. അപ്പോൾ ഈ ഏറ്റവും മുകളിൽ പോകുമ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ സെർച്ച് കീവേഡ്സ്, ഇത് ഞാൻ കുറച്ചും കൂടെ കുറച്ചപ്പോഴാണ് ഇത് കാണുന്നത്. ടോപ്പ് സെർച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ കോമ്പറ്റീഷൻ നോക്കാം. കോമ്പറ്റീഷൻ കുറവുള്ള കീവേഡ്സ് ഏതാണെന്ന് നോക്കാം. എന്നിട്ട് അത് കൂടുതൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇത് വേറെ പല കീവേഡ്സ് ആയിരിക്കും, വേറെ നമ്മൾ ടീഷർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ആകാൻ സാധ്യതയില്ല. കോമ്പറ്റീഷൻ കൂടുതലുള്ളതാണ് ടീഷർട്ട് എന്ന് പറയുന്ന ഓപ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ട്രാഫിക് റിപ്പോർട്ടിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 30 days വരെയുള്ള നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അറ്റ് എ ടൈം. അപ്പോൾ നമ്മൾ 30 days വരെയുള്ള ഇപ്പോൾ 11, 12 തൊട്ടിട്ട് 11 വരെയുള്ള ഇത് റിക്വസ്റ്റ് ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണിക്കാൻ 1 lakh കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമ്മുടെ ഫയലിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഫയൽ എടുക്കുവാണെങ്കിൽ ലിസ്റ്റിംഗ് ID, SKU ID കാണിക്കുന്നുണ്ട്. SKU ID, പിന്നെ പ്രൊഡക്റ്റ് ടൈറ്റിൽ, കാറ്റഗറി ഏതാണെന്ന് കാണിക്കുന്നുണ്ട്, ബ്രാൻഡ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഡക്റ്റ് വ്യൂസ്, പ്രൊഡക്റ്റ് ക്ലിക്സ്, ഇവിടെ ക്ലിക്സ് കാണിക്കുന്നുണ്ട്, സെയിൽസ്, ക്ലിക്ക് ത്രൂ റേറ്റ്, കൺവേർഷൻസ്, സെല്ലിങ്സ്, ഇത്രയും കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.